ജിൻസ്കോക്ക്. ഐ എം സോ ഹാപ്പി. നമ്മുടെ ടീം ഇന്ത്യ, നമ്മുടെ ഇന്ത്യ T20 വേൾഡ് കപ്പ്, മെൻസ് വേൾഡ് കപ്പ് 2026 വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൽ എനിക്ക് ഭയങ്കര ഒരു പേഴ്സണൽ മൊമെൻ്റ് ആണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജു സാംസൺ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഒരാളടുത്ത് അങ്ങനെ ഉള്ളീന്ന് വരുന്ന പറയില്ല, ഉള്ളീന്ന് അങ്ങനെ ഇഷ്ടം തോന്നൂല. അത് വളരെ കുറച്ച് ആൾക്കാരടുത്ത് എനിക്ക് അങ്ങനെ ഒരു സ്നേഹം ഇഷ്ടം തോന്നിയിട്ടുള്ളൂ. അതിൽ മലയാളമായിട്ടുള്ള ഒന്ന് ലാലേട്ടൻ, പിന്നെ സഞ്ജു സാംസൺ. മലയാളികളാണ് ഞാൻ പറയുന്നത്. ഞാൻ ലാലേട്ടൻ തന്നെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ എന്താ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കാര്യം, ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കും മക്കളെ, നടക്കും. അതിനുള്ള എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. AR റഹ്മാൻ. ഞാൻ AR റഹ്മാൻ്റെ റിമാനിയക് AR റഹ്മാൻ്റെ ഭീകര ഫാനാണ്. ഭീകര ഫാൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല, അത്രയും ഭീകര ഫാനാണ്. ഇപ്പോൾ 2009 AR റഹ്മാൻ സ്ലം ഡോഗ് മില്യണറിൽ ഓസ്കാർ അടിച്ച്. അന്ന് എനിക്കുണ്ടായ സാധനം ഉണ്ടല്ലോ, അതേ സാധനം തന്നെ ഇന്ന് സഞ്ജു സാംസൺ ഞാൻ പറയുന്നത്. സച്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ്. അദ്ദേഹം അതൊരു മെറ്റഫറായിട്ടാണ് ഗോഡ് എന്ന് പറയുന്നത്, അല്ലാണ്ട് ദൈവം ഉണ്ടെന്ന് വെച്ചിട്ടില്ല. ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മെറ്റഫർ, ആസ് എ മെറ്റഫർ. അപ്പോൾ സച്ചിൻ വേൾഡ് കപ്പ് അടിക്കണ്ടേ, അടിച്ചു 2011. അന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്റ്റസി, അന്ന് എനിക്കുണ്ടായിട്ടുള്ള ഒരു സാൽവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ഐ കാണ്ട് എക്സ്പ്ലെയിൻ ത്രൂ ദ വേർഡ്സ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 2011, 2009 AR റഹ്മാൻ, 2011 സച്ചിൻ, പിന്നെ എൻ്റെ മെസ്സി പലവട്ടം തോറ്റ്, പലവട്ടം എന്താ പറയുക അപമാനിതനായി. അങ്ങനെ മെസ്സി 2022 ഡിസംബറിൽ മെസ്സി ഫ്രാൻസിനെ തോൽപ്പിച്ച് വേൾഡ് കപ്പ് എടുത്തപ്പോൾ എൻ്റെ ഭയം നോക്കിക്കോ, അതാ ഡേറ്റ് ഇട്ടേക്കുന്നത്. അന്ന് ഞാൻ സമ്പൂർണ്ണനായി. എന്നെ പോലത്തെ മനുഷ്യന്മാർ വേറെയും കാണുമായിരിക്കും, എന്നെ പോലെ അല്ലാത്ത മനുഷ്യന്മാർ കാണുമായിരിക്കും. പക്ഷെ അന്ന് ആ ഡിസംബർ 18 2022 ഡിസംബർ 18 എൻ്റെ ലൈഫിൽ എനിക്ക് വേറെ ഒരു വിഷ് ലിസ്റ്റും ഇല്ല, ഒരു തേങ്ങയില്ല, ഒന്നുമില്ല. കാരണം AR റഹ്മാൻ ഓസ്കാർ നേടി, പിന്നെ സച്ചിൻ 2010 വേൾഡ് കപ്പ് നേടി, മെസ്സി 2022 വേൾഡ് കപ്പ് നേടി. അപ്പോൾ സഞ്ജുവിനെ എനിക്ക് ഇഷ്ടമായിരുന്നു, പണ്ടേ ഇഷ്ടമായിരുന്നു. കാരണം സഞ്ജു മലയാളി ആയതുകൊണ്ടൊന്നുമല്ല, എനിക്ക് മലയാളി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നും വരാൻ പോകണമെന്നില്ല. സഞ്ജുവിൻ്റെ ഒരു കൈൻഡ് ഓഫ് നാച്ചുറൽ പ്ലേ, സഞ്ജു അടിക്കുന്ന അടി, രാജസ്ഥാൻ റോയലുള്ള ആ സമയം മുതൽ സഞ്ജുവിൻ്റെ കളിയിലെ കാണുമ്പോൾ ഒരു ചന്തോ, ഭയങ്കര രസമാണ് കാണാൻ. അതിനപ്പുറത്തേക്ക് ഓഫ് കോഴ്സ് മലയാളി ആയതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു പയ്യനാണല്ലോ, ഇവിടുന്ന് വിഴിഞ്ഞത്തുള്ള പയ്യനാണല്ലോ പോയിട്ട് അടിക്കണേ എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറേ കാലം 10 വർഷമായി സഞ്ജു ടീം കളിക്കാൻ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ വേൾഡ് കപ്പ് ടീമിൽ വരുന്നതിന് മുൻപ് സഞ്ജുവിൻ്റെ മോസ്റ്റ് അക്നോളജ്ഡ് പെർഫോമൻസ് പറയുന്ന കോൺസിക്യൂട്ടീവായിട്ട് 3 സെഞ്ചുറീസ് അടിച്ചതാണ് T20. അതിന് മുൻപ് സഞ്ജുവിന് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും തോന്നുന്നില്ല സഞ്ജുവിന് അവസരം കിട്ടിയിട്ടില്ല എന്നൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടില്ല. സഞ്ജുവിന് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ സഞ്ജുവിന് കൺസിസ്റ്റൻസി തീരെ ഉണ്ടായിരുന്നില്ല. സഞ്ജു അടിക്കും, കളിക്കും, നാച്ചുറൽ പ്ലേ കളിക്കും, സ്ട്രോക്ക് അടിക്കും, പക്ഷേ ഒരു ബിഗ് ഇമ്പാക്റ്റ് സഞ്ജുവിന് കൊടുക്കാൻ പറ്റാതെ, ആ ഒരു കോൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റാതെ സഞ്ജു പലപ്പോഴും താഴെപ്പെട്ടു പോയെന്ന് എനിക്ക് തോന്നുന്നു. അതിലെനിക്ക് പേഴ്സണലി എനിക്കത് സഞ്ജുവിന് അവസരം കൊടുത്തില്ല എന്നുള്ളൊരു വാഗ്ദാനത്തോട്, ആ ഒരു ആർഗ്യുമെൻറ്റിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. പക്ഷേ അതെല്ലാം കഴിഞ്ഞ്, ഓക്കെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് നമ്മൾ വലിച്ചു നീട്ടി പറഞ്ഞ് വെറുതെ വഷളാക്കണ്ട. അതെല്ലാം കഴിഞ്ഞ് ഈ ICC T20 വേൾഡ് കപ്പ് തുടങ്ങി സഞ്ജുവിന് അവസരം കൊടുത്തു, സഞ്ജുവിന് കളിക്കാൻ പറ്റണില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ നാട്ടിൽ കളിച്ച്, ട്രിവാൻഡ്രം കളിച്ച്,
അന്നൊക്കെയുള്ള പുള്ളിയുടെ മാനസികാവസ്ഥ എനിക്കുണ്ടല്ലോ. ഇനി സഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫീൽ ലൈക്ക് എ ബ്രദർ. ഞാൻ പുള്ളിയെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ എ ആർ റഹ്മാൻ, മെസ്സി, സച്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരെന്തോ ഭയങ്കര സ്റ്റാർസാണ്. അവർ ഭയങ്കര ഒരു ഐക്കോണിക്, മറ്റേ നമുക്കൊന്നും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു 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 എന്താ പറയുക, ഒരു ഭീകരമായിട്ട് നമ്മുടെ എത്രയോ മുകളിൽ നിൽക്കുന്ന, നമുക്ക് അൺറീച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് അവരെ കാണുന്നത്. പക്ഷെ സഞ്ജു അങ്ങനെയല്ല. സഞ്ജു ഇസ് സംവൺ എമംഗ് അസ്. നമ്മുടെ കൂടെയുള്ള ഒരാളായിട്ടാണ് സഞ്ജുവിനെ അന്നും ഇന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും ഫീൽ ചെയ്യണത്. ഈവൺ ആഫ്റ്റർ ഹി ഹസ് വൺ ദ വേൾഡ് കപ്പ്, ഈസ് ദ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആൻഡ് കോൺസിക്യൂട്ടീവ് ഇന്നിങ്സ്. ആഫ്രിക്കയോട് തോറ്റതിന് ശേഷമാണ് സഞ്ജുവിന് റീ എൻട്രി. സിംബാബ്വേയായിട്ട് കളിച്ച ഇന്നിങ്സ്, വെസ്റ്റ് ഇൻഡീസായിട്ട് കളിച്ച ഇന്നിങ്സ്, ഇംഗ്ലണ്ടായിട്ട് കളിച്ച ഇന്നിങ്സ് ആൻഡ് ന്യൂസിലാൻഡ് കളിച്ച ഇന്നിങ്സ്. സെഞ്ചുറി ഒന്നുമില്ല. T20 സെഞ്ചുറി ഒന്നും ഒരു തേങ്ങയില്ല. അപ്പം ഞാൻ വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ചാടിക്കാരി വന്നാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഇക്വേഷനിൽ ഞാൻ പറഞ്ഞു വന്ന എ ആർ റഹ്മാൻ, സച്ചിൻ, മെസ്സി, സഞ്ജു സാംസൺ, ഈ ഒരു ഇക്വേഷനിൽ വരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചാൽ നടക്കും, മക്കളെ നടക്കും. ഉറപ്പാണ്. അതെനിക്ക് പ്രൂഫുണ്ട്. വിത്ത് പ്രൂഫാണ് ഞാൻ പറയുന്നത്. ഞാൻ സൂപ്പർസ്റ്റിഷ്യസ് വ്യക്തിയോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ്. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ കപ്പ് ഇന്ത്യ അടിക്കും, സഞ്ജു കളിക്കുകയും ചെയ്യും. കൺസിക്യൂട്ടീവ്ലി സഞ്ജു കളിച്ച കളി ആലോചിച്ച് നോക്കി, ആലോചിച്ച് നോക്കി. വെസ്റ്റ് ഇൻഡീസിനെതിരെ അടിച്ച 90+, 2 80+. കപ്പെടുത്തോ മക്കളെ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സില്ലി തിങ്. നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ച് ലൈവ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഓരോ ബോൾ നോക്കുമായിരുന്നു. അതായത് സഞ്ജുവിന് ഷോർട്ട് പിച്ച് ബോൾ എറിയുന്ന സമയത്താണ് സഞ്ജു പെരുക്കണത്. ഓവർ പിച്ച് ചെയ്യുന്ന സമയത്ത് സഞ്ജു ഡിഫെൻഡ് ചെയ്യുക. അത്രയും കൃത്യമായിട്ട് സഞ്ജു കളിക്കുന്നത്. സ്പിന്നൊക്കെ സഞ്ജുവിന് സിമ്പിളാ. ഇന്ന് സച്ചിനെ കുറിച്ച് മെൻഷൻ ചെയ്തു സഞ്ജു. സച്ചിൻ ഓൾറെഡി സഞ്ജുവിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സച്ചിനെ കുറിച്ച് സഞ്ജു എന്ന് മെൻഷൻ ചെയ്തു. ഇന്ന് സഞ്ജു വരാ. പിന്നെ ഈ ബ്രാൻഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ നൂല് കിട്ടി ഇറക്കിയിട്ടോ സ്പൂൺ ഫീഡ് ചെയ്തിട്ടോ നിങ്ങളെങ്ങനെ കുത്തിപ്പഴിപ്പിച്ചിട്ടൊന്നും ഒരു ഹീറോ ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ ശുഭാൻ ഗില്ലിനെ ഇറക്കാൻ നോക്കി, പിന്നെ അങ്ങനെ പലരെയും. ഡോണ്ട് വാക്ക്. സഞ്ജു ഈസ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇൻ ഇന്ത്യ കമ്മിങ്. ബ്ലോഡിങ്. കാരണം ഇവിടെ സച്ചിൻ, ധോണി, വിരാട്, രോഹിത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആ സഞ്ജു. അതെന്താ അറിയോ? സഞ്ജു മുത്ത്. കളി മാത്രമല്ല, നമുക്കൊരാൾ ഇഷ്ടം തോന്നെങ്കിൽ അയാൾ അങ്ങനെ ആയിരിക്കണം. അതല്ല, മെസ്സി, സച്ചിൻ, സഞ്ജു, ലാലേട്ടൻ, എ ആർ റഹ്മാൻ എന്ന് പറയുമ്പോൾ ഇവർക്കെല്ലാം ഒരു 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 സംഭവമുണ്ട്. നമുക്ക് ഭയങ്കര ജീനിയസുകളാണ്, ഭയങ്കര കഴിവാണ്. പക്ഷെ ഭയങ്കര ഇഷ്ടം തോന്നും. നമ്മുടെ ഒരു 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 നമ്മൾ ചങ്കങ്ങ് പറിച്ചു കൊടുക്കാൻ തോന്നും. ആ ഒരു സാധനം സഞ്ജുവിനുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അമേസിങ് പ്ലെയർ, ഗ്രേറ്റ് ടാലൻറ്റ്, ബോൺ പ്ലെയർ. എന്തൊക്കെയാണ് സഞ്ജു കളിക്കുന്നത്? സിംബാബ്വേയുള്ള മാച്ച് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ഇൻഡീസുള്ള മാച്ചിൽ കളിച്ച കളി അറിയാലോ. ആങ്കർ ചെയ്തിട്ട് കളി ജയിപ്പിച്ചു. ഇംഗ്ലണ്ടായിട്ട് കളിച്ചത് ഓക്കെ, ആർച്ചറെ ക്യാച്ച് വിട്ട്. പക്ഷേ ഇല്ലെങ്കിൽ കൂടെ ആർച്ചറൊക്കെ അടിച്ച അടിയല്ലോ ചോക്കി. ഇന്നത്തെ കളിയോ എമ്മാതിരി ആങ്കറിങ് ഇന്നിങ്സ്. അപ്പോൾ സഞ്ജു ഇന്നത്തെ മലയാളി എന്ന് പറയുന്ന സമയത്ത് ദ ബിഗ്ഗസ്റ്റ് ഗ്ലോബൽ സ്റ്റാർ സഞ്ജു കഴിഞ്ഞിട്ടേ ഉള്ളൂ.
അപ്പോൾ സഞ്ജുവിൻ്റെ സക്സസ്സിൽ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ളൊരു കൈയാണ്. എനിക്ക് ആരുടെയും സക്സസ്സിൽ എനിക്ക് വലിയ അഭിമാനം തോന്നാറില്ല. ഞാൻ അതിനൊക്കെ ഒരു നിസ്സാരമായി കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഭയങ്കര നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ പറയാണ്, എനിക്ക് ഇന്ന് വരെ ഒരു 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 എന്താ പറയുക, ഒരു ഇന്ത്യക്കാരിൽ എനിക്ക് സച്ചിൻ, എ ആർ റഹ്മാൻ ആൻഡ് സഞ്ജു. അതിൽ സഞ്ജു മലയാളിയായത് എനിക്ക് ഡബിൾ 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 ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ടുള്ള എൻ്റെ ഒരു അഭിമാനമാണ്, സന്തോഷമാണ്. അത് ഞാൻ അങ്ങേയറ്റം ഞാനത് ആസ്വദിക്കുന്നു, ഞാനത് കൊണ്ടാടുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം ഇന്ത്യ T20 വേൾഡ് കപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം രോഹിത് ശർമ്മനോട് ജയിച്ചിട്ടുണ്ട്, ഞാനായിട്ട് വീഡിയോ നോട്ടില്ലല്ലോ. എനിക്കൊരു ലിസ്റ്റ് ഉണ്ട്. അതിൽ ഞാൻ എൻ്റെ ഇതിൽ പറയണേ, അതിൽ സഞ്ജു മാൻ. കാരണം നിങ്ങൾ ഒരു വല്ലാത്തൊരു ഓറ നിങ്ങൾക്കുണ്ട്, വല്ലാത്തൊരു എന്താ പറയുക, ഒരു അസാമാന്യമായിട്ടുള്ള ഒരു മനുഷ്യ മനസ്സിനെ ആകർഷിക്കാനുള്ള എന്തോ ഒരു സാധനം നിങ്ങൾക്കുണ്ട്. അതെല്ലാവരും കിട്ടില്ല. അവരെ 6 അടിച്ചോണ്ടും 4 അടിച്ചോണ്ടും കുറേ റൺസ് എടുത്തോണ്ടൊന്നും കാര്യമില്ല. സഞ്ജു ഇനിയിപ്പം ഇത് ഞാനൊരു ക്രിക്കറ്റ് അനലിസ്റ്റ് ആയിട്ടല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കുറേ സംസാരിച്ചേനെ. പക്ഷെ എന്നാലും പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് നയൻമോങ്കിയ വിക്കറ്റ് കീപ്പറായ സമയത്ത്, സബാ കരീമി വിക്കറ്റ് കീപ്പറായ സമയത്ത് കളി കണ്ടിട്ടുള്ള ആളാണ്. അന്ന് എനിക്കറിയാം അന്നത്തെ ബോളേഴ്സിന് 1990s മുതൽ എനിക്കറിയുന്ന. ഇപ്പോഴത്തെ പിള്ളേർ എന്താ കളി. Amazing. I mean, absolutely unprecedented and amazing. എടുത്തു പറയണമെങ്കിൽ ഇഷാൻ കിഷ്, എൻ്റെ മോനെ കംബാക്ക് എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ നമ്മുടെ അഭിഷേക് ശർമ്മ, പുള്ളി കുറേ കളിയിൽ മൈൻഡ് ഡൗൺ ആയിരുന്നെങ്കിലും എബിലിറ്റി ഓഫ് ഹിറ്റിംഗ് ഫാസ്റ്റ് ബോളേഴ്സ് ഒരു രക്ഷയില്ല. എങ്ങനെ റൺ അടിക്കും. പിന്നെ നമ്മളെ സഞ്ജു, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ അറിയാലോ, ഫിനോമിനൻ. ഈസ് ബോളറാണ്, ഫീൽഡറാണ്, ബാറ്റ്സ്മാനാണ്. പിന്നെ അക്സർ പട്ടേൽ എടുത്ത ലാസ്റ്റ് ഇംഗ്ലണ്ട് എടുത്ത ക്യാച്ചും, അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോളിങ്. പിന്നെ മറ്റേ പഞ്ചാബി കൈ അർഷദ്, എല്ലാവരും. പിന്നെ തമിഴിലുള്ള പുള്ളിയാണ് കുറച്ച് ഡൗൺ ആയത്. അത് പുള്ളിയെ പണ്ട് കാര്യമില്ല, പിച്ച് ഭയങ്കര ഫ്ലാറ്റ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കാം, മൈറ്റ് ബി. പിന്നെ ദ ഗോഡ് ബൂംറ ഇസ് ദ ഗോഡ്. നിങ്ങൾ ഏത് കാലത്തെ ബോളേഴ്സിനെ കൊണ്ടുവന്നു, നിങ്ങൾ മാൽക്കം മാഷോ, ആംബ്രോസോ, മഗ്രാത്തോ, ബ്രെഡ്ലിയോ, അക്തറോ, വസീർ അക്രമോ, പിന്നെ മറ്റേ സക്നൈൻ മുഷ്താഖോ, ഞാൻ സ്പിന്നറേയും രണ്ടും കുട്ടിയെ പറയുന്നു, ആര് വേണമെങ്കിൽ കൊണ്ടോ. ഇന്ത്യയിൽ തന്നെയുള്ള ജവഹർ ശ്രീനാഥോ, വെങ്കടേഷ് പ്രസാദോ, കുംബ്ലയോ, ആരെ വേണമെങ്കിൽ കൊണ്ടുവന്നു. നോബഡി ഈസ് ദർ. ഷെയ്ൻ ബോണ്ടിൻ്റെ ബോളിംഗ് കണ്ടുള്ള ആളാണ് ഞാൻ. ഷെയ്ൻ ബോണ്ട്, ന്യൂസിലൻഡിൻ്റെ ഇന്നത്തെ കളി തോറ്റ ന്യൂസിലൻഡ് ഷെയ്ൻ ബോണ്ടിൻ്റെ. ഞാൻ എല്ലാ സ്പിന്നും പേസും ചേർത്ത് ഞാൻ പറയുന്നത്. സൈർ ഖാൻ, നമ്മുടെ സൈർ ഖാൻ, ഇർഫാൻ പത്താൻ, എല്ലാം ചേർത്താ പറയുന്നത്. മുത്തയ്യ, എല്ലാ ബോളേഴ്സിനെയും വെച്ചോ. ബൂംറ ഈസ് ദ ഗോഡ്. I dare you, I double dare you. ബൂംറ ഇസ് ദ ഗോഡ്. ബൂംറയെ പോലെ ടെസ്റ്റിൽ, വൺ ഡേയിൽ, T20 ഇങ്ങനെ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ ഇല്ല. ഇത് ഡിസ്പ്യൂട്ട് ചെയ്യാം, ബട്ട് യു കാൺ വിൻ. ആ സ്റ്റാറ്റസ് പറയും, പെർഫോമൻസ് പറയും, റിസൾട്ട്സ് പറയും. ഇന്നും കൂടെ നോക്കിയേ, ഗോട്ട് ബൂംറ. ഐ വിൽ കോൾ ഗോട്ട് ബൂംറ. ഞാൻ അങ്ങനെ ഗോട്ട് എന്ന് വിളിക്കുന്ന 3 മനുഷ്യന്മാരെ ഞാൻ ഗോട്ട് എന്ന് വിളിക്കുന്നു ഈ ലോകത്ത്. 1 മെസ്സി, 2 മൈക്കിൾ ജാക്സൺ, 3 ജപ്രിസ്ത് ബൂംറ. മെസ്സി, മൈക്കിൾ ജാക്സൺ, ജപ്രിസ്ത് ബൂംറ. ഈ 3 മനുഷ്യന്മാരും മനുഷ്യന്മാരല്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. ഇവർ ഏലിയൻസാ.
ആ സംഭവം നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഇവർ മനുഷ്യന്മാരല്ല, ഇവർ മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്നിട്ട് നമ്മളെ പറ്റിക്കുന്ന മൂന്നാൾക്കാരാണ്, അല്ലെ പറ്റിച്ചിരുന്ന മൂന്നാൾക്കാരാണ് ഇവർ. അതുകൊണ്ട് മക്കളെ, വി ഹാവ് ബൂംറ. ഈ 3 ഏലിയൻസിൽ ഒരാൾ ജനിച്ചത് ഇന്ത്യയിലാന്ന് നിങ്ങൾ സമാധാനിച്ചു. മറ്റേ മൈക്കിൾ ജാക്സണും മെസ്സിയും. അപ്പം അതുകൊണ്ട് കളി വേണ്ട മക്കളെ. സോ കറൻലി ഇനി വിഷ് ലിസ്റ്റ് ഒന്നുമില്ല. സച്ചിൻ വേൾഡ് കപ്പ് നേടി, മെസ്സി വേൾഡ് കപ്പ് നേടി, സഞ്ജു വേൾഡ് കപ്പ് നേടി. ഇനി വിഷ് ലിസ്റ്റ് ഒന്നും ഇല്ല. ഇനി ആരോടെങ്കിലും ഇഷ്ടം തോന്നുന്നു പോലും അറിയില്ല. തോന്നുവാണെങ്കിൽ അവരും വേൾഡ് കപ്പ് നേടും. അത് ആരുടെ പറഞ്ഞ സാധനമാണ്. ഞാൻ ആഗ്രഹിച്ചാൽ അത് കിട്ടും.